സംസ്ഥാനത്തെ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾക്ക് തുടക്കം. ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്തെ 388 സ്കൂളുകളിലേക്കുള്ള പ്രവേശന ഫലങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജൂൺ 10 വരെ ട്രയൽ അലോട്ട്മെന്റ് പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ ചെയ്യാനുള്ള അവസരമുണ്ട്. ഗോപാൽ ശീലാസനുണ്ട് വിശദാംശങ്ങളുമായി. ഗോപാൽ, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ട്രയൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെക്കുന്നത്? SLC പരീക്ഷാ ഫലമറിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് പോകാനിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്നു മുതൽ ട്രയൽ അലോട്ട്മെൻറ്റ് നടപടികളുടെ തുടക്കം ആയിരിക്കുകയാണ്. രാവിലെയോടുകൂടി തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഈ ട്രയൽ അലോട്ട്മെൻറ്റ് വിശദാംശങ്ങൾ ലഭ്യമാകും എന്നതാണ് സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും വ്യക്തമാക്കിയിരിക്കുന്നത്. 388 സ്കൂളുകളിലേക്കുള്ള അപേക്ഷകളിന്മേലുള്ള ഇത്തരത്തിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടപടികളുടെ ഫലമാണ് ഇന്ന് പ്രഖ്യാപിക്കുക. ശേഷം ജൂൺ 10 തന്നെ ഈ അലോട്ട്മെന്റ് നടപടികൾ പരിശോധിച്ച് പൂർത്തിയാക്കാനുള്ള സമയപരിധിയും നിശ്ചയിച്ച് നൽകിയിരിക്കുന്നു. അപേക്ഷകളിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിൽ അതിനുള്ള അവസരം കൂടിയാണ് ഇത് എന്ന് സൂചിപ്പിക്കേണ്ടതായിരിക്കുന്നു. ആ അപേക്ഷകളിൽ അപൂർണമായ അപേക്ഷകൾ പൂർത്തിയാക്കി സമർപ്പിക്കുന്നതിനോ സ്കൂളുകളുടെ ഓപ്ഷനുകൾ മാറ്റുന്നതിനോ അപേക്ഷകളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി സമർപ്പിക്കുന്നതിനോ ഇനിയൊരു അവസരം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധാപൂർവം ഇതെല്ലാം ഒരിക്കൽ കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ശേഷം ജൂൺ 10 വൈകുന്നേരം 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് തിരുത്തലുകൾ വരുത്തി സമർപ്പിക്കാനുള്ള സമയമുണ്ട്. അതിനുശേഷം ജൂൺ 16 ഒന്നാമത്തെ അലോട്ട്മെന്റും 22 രണ്ടാമത്തെ അലോട്ട്മെന്റും 29 മൂന്നാമത്തെ അലോട്ട്മെന്റും പൂർത്തിയാകും. ശേഷം ജൂലൈ 2 വിദ്യാർത്ഥികൾക്ക് ക്ലാസ് തുടങ്ങുമെന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ 2 ഉണ്ടാകും. ആ സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ കൂടി പൂർത്തിയാക്കി ഓഗസ്റ്റ് ആദ്യവാരത്തോടുകൂടി പ്രവേശന നടപടികൾ പൂർണ്ണമായും അവസാനിപ്പിക്കും എന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നത്. ശരി, +1 പ്രവേശന നടപടികൾക്ക് തുടക്കമായിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ഗോപാൽ ശീലാസനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.